അഹങ്കാരം തീർന്നാൽ നമ്മൾ മായ ജയിച്ചു. മായ കൊണ്ടാണ് ഈ അഹങ്കാരം അത്രേ. മനസ്സിലായോ? അപ്പോൾ മായ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരച്ച അഹങ്കാരമായിട്ടാണ്. ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരേ സമയത്ത് കൃഷ്ണൻ 16,108 കൃഷ്ണന്മാരാ, എന്നിട്ടോ 16,108 കൊട്ടാരങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള കൊട്ടാരങ്ങളാണ്. എന്തിനാണ് ഞാൻ ഈ ലീല ചെയ്യണത്? ഒറ്റ കാരണമാണ്, ഞാൻ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാണ്. വേദങ്ങളിലൂടെ ആ ധർമ്മത്തെ ഉപദേശിക്കുന്നവനാണ്, വേദത്തിൻ്റെ കർത്താവാണ്. പക്ഷേ ഞാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചാലല്ലേ ലോകത്തിന് മാതൃകയാവുള്ളൂ. ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ച് കാണിക്കത്രേ. ഭഗവാൻ ഒന്നിലുമില്ല ആസക്തിയോ മോഹോ താല്പര്യമോ. എന്നിട്ടും വലിയൊരു ഗൃഹസ്ഥൻ, ലോകത്തിലധികം ഗൃഹസ്ഥന്മാരല്ലേ. അപ്പോൾ ഭഗവാനോളം വലിയ ഗൃഹസ്ഥുണ്ടോ? 16,108 ഭാര്യമാരും അതിലൊക്കെ 10-11 പിള്ളേരോടും കൂടി ഒരു ഗൃഹസ്ഥൻ. 3 ലോകത്തിലും ഇങ്ങനത്തെ വലിയൊരു ഗൃഹസ്ഥനെ കാണുമോ? ആ ഗൃഹസ്ഥനായിട്ടും എങ്ങനെയാണ് ആ ഗൃഹസ്ഥൻ ഗൃഹസ്ഥധർമ്മങ്ങളൊക്കെ ഭംഗിയായി ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് ഈശ്വരഭജനം ചെയ്ത് സത്സംഗം ചെയ്ത് ഈശ്വരഭക്തി വളർത്തി മുക്തരാവേണ്ടത് എന്ന് കൃഷ്ണൻ പഠിപ്പിക്കുക.